മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പേരുക്കുട ASIയെ സസ്പെൻഡ് ചെയ്ത ഉത്തരവിറങ്ങി. ASI പ്രസന്നനെയാണ് സസ്പെൻഡ് ചെയ്ത്. ബിന്ദുവിനെ കൂടുതൽ ഭീഷണിപ്പെടുത്തിയത് ASI പ്രസന്നനായിരുന്നു എന്നാണ് റിപ്പോർട്ട്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നു. സലീം, ഉത്തരവ് ഇപ്പോഴാണോ ഇറങ്ങിയത്? അതെ, നമ്മൾ ഇന്നലെ തന്നെ ഈ ഉത്തരവ് ഇന്നിറങ്ങും എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇന്ന് ആ സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ASI പ്രസന്നനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. അന്ന് GD ചാർജ് മാത്രമായിരുന്നു പ്രസന്നന് ഉണ്ടായിരുന്നത്. പ്രതിയെ ഏതെങ്കിലും കസ്റ്റഡിയിലെടുക്കുന്ന സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വമാണ് പ്രസന്നൻ ഉണ്ടായിരുന്നത്. പക്ഷേ കൃത്യനിർവഹണത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയ പ്രസന്നൻ ഏറ്റവും അധികം ബിന്ദുവിനെ ക്രൂരമായ മാനസിക പീഡനത്തിന് ഇരയാക്കിയത് പ്രസന്നനാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട SG പ്രസാദിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുണ്ടായിരുന്നു. വൈകിട്ട് 6-നും പകൽ 6-നും ഇടയിലുള്ള സമയത്ത് ഏതെങ്കിലും സ്ത്രീകളെ കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല എന്ന ഉത്തരവ് ലംഘിച്ചതിനായിരുന്നു ആ സസ്പെൻഷൻ. അതേസമയം ASI പ്രസന്നനെ സസ്പെൻഡ് ചെയ്തത് ഈ മോശമായി പ്രതിയോട് പെരുമാറി എന്നതുൾപ്പെടെ ബിന്ദുവിനെ ചോദ്യം ചെയ്യാൻ പോലും അധികാരമില്ലാത്ത പ്രസന്നൻ ബിന്ദുവിനെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഈ പ്രസന്നനെതിരായ ഗുരുതര ആരോപണങ്ങളുള്ള ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. GD ചാർജ് മാത്രമുണ്ടായിരുന്ന ബിന്ദു ഭർത്താവിനെയും മക്കളെയും ഉൾപ്പെടെ പ്രതി ചേർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അതിനുശേഷം കുറ്റം സമ്മതിപ്പിക്കാൻ നിർബന്ധിച്ചു തുടങ്ങിയ കാര്യങ്ങൾ കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ കേസിൽ നിലവിൽ കൂടുതൽ അന്വേഷണം കൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനായി പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും. മറ്റേതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ ബിന്ദുവിനോട് മോശമായി പെരുമാറിയോ എന്ന് പരിശോധിക്കാനാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ ബാക്കി വിവരങ്ങൾ കൂടി ഓരോരുത്തരിൽ നിന്നും ശേഖരിക്കാനാണ് നിലവിൽ തീരുമാനം. ആ കേസും പുനരന്വേഷിക്കുന്നുണ്ട്. അത് ഈ മാലമോഷണ കേസും പുനരന്വേഷിക്കുന്നുണ്ട്. മോശമായി ബിന്ദുവിനോട് പെരുമാറി എന്ന കേസും പുനരന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഈ 2 കേസുകൾ കൂടി ചേർത്താണ് ഇനിയുള്ള അന്വേഷണം നടക്കുക. അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയ്ക്കൊപ്പം തന്നെ ഏതെങ്കിലും നിലയിൽ ബിന്ദുവിനെ പ്രതിയാക്കാൻ പുറത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കും. താങ്ക് യു സലീം മാലിക് വിവരങ്ങൾ നൽകി. ASI പ്രസന്നനെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയാണ് അറിയുന്നത്. അതിന്റെ ഔദ്യോഗിക ഉത്തരവ് തിരുവനന്തപുരത്ത് ഇറങ്ങി.